കൂടുതൽ വൻകിട കമ്പനികളെ തമിഴ്നാട്ടിൽ എത്തിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വലിയ വികസനത്തിന് തുടക്കം കുറിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ. കഴിഞ്ഞ ദിവസം ഗൂഗിളുമായി അദ്ദേഹം അമേരിക്കയിൽ തന്നെ പോയി ചർച്ച നടത്തുകയും 7000 കോടി രൂപയുടെ പ്രൊജക്റ്റ് തമിഴ്നാട്ടിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. വൻകിട കമ്പനികൾ അനവധിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ അവരുടെ പ്ലാന്റുകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഈ കമ്പനികൾക്കെതിരെ ഒരു സമരവുമായി തൊഴിലാളി യൂണിയൻ രംഗത്തെത്തിയത്. കൊടികുത്തിയുള്ള സമരമായിരുന്നു. പക്ഷേ സമരത്തിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. സമരം ചെയ്തവരെ പൊക്കി അകത്തിട്ടു തൊഴിലാളി വർഗ നേതാവായ സ്റ്റാലിൻ. സാംസങ് ഇലക്ട്രോണിക്സ് പ്ലാന്റിലേക്കായിരുന്നു വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് 100-ലധികം വരുന്ന തൊഴിലാളികൾ പണിമുടക്കാൻ തീരുമാനിച്ചതും പ്രകടനമായി അവിടെ എത്തിയതും. ഈ തൊഴിലാളികളെയാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. അതായത് കൊടികുത്തി സ്ഥാപനം പൂട്ടിക്കുക എന്ന ആ ലക്ഷ്യവുമായി രാജ്യമെമ്പാടും നടക്കുന്ന ഇടതുപക്ഷ യൂണിയനുകൾ തന്നെയായിരുന്നു ഇവിടെയും സമരത്തിനായി എത്തിയത്. നമുക്കറിയാം, ഒരു വിദേശത്തു നിന്നുള്ള വലിയ കമ്പനികൾ നമ്മുടെ രാജ്യത്തെത്തുമ്പോൾ അവർക്ക് വേണ്ട തൊഴിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. വലിയ കഷ്ടപ്പെട്ട് വലിയ മുതൽ മുടക്കോടെ തുടങ്ങുന്ന സ്ഥാപനങ്ങളുടെ മുമ്പിൽ കൊടികുത്തി നിമിഷ നേരം കൊണ്ട് അത് പൂട്ടിച്ച് രസിക്കുന്ന ആ പണി ഇവിടെ വേണ്ട എന്ന് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മലയാള മാധ്യമങ്ങൾ എത്രത്തോളം ഈ വാർത്ത നൽകുമെന്നറിയില്ല. കാരണം ഒരു ഭാഗത്ത് സ്റ്റാലിൻ ആയതുകൊണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.